വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിന്നിനെ വശീകരിച്ച് കൈവശപ്പെടുത്തി സഹായത്തിനായി ഉപയോഗിക്കാനുള്ള അഅ്മാലുകൾ ജിന്ന് സൂറത്തുമൊക്കെ ഓതിയിട്ട് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ വശീകരിക്കാമോ? സുലൈമാൻ നബിക്കും മറ്റുള്ളവർക്കുമൊക്കെ ഉണ്ടായിരുന്നത് പോലെ എന്നതാണ് ആകത്തുക ആ ചോദ്യത്തിൻ്റെ. ജിന്നിനെ വശീകരിക്കുക എന്നത് അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ജിന്ന് എന്ന് പറഞ്ഞാൽ ചില ഇമാമിങ്ങളുടെ അഭിപ്രായപ്രകാരം ജിന്നിലെ മുസ്ലിംകളും അവരെ ജിന്ന് എന്നും, ജിന്നുകളിലെ കാഫിരീങ്ങളെയാണ് ഷൈത്താൻ എന്നും പറയുന്നത് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജിന്ന് എന്നുള്ളത് യഥാർത്ഥത്തിൽ തീ കൊണ്ട് പടയ്ക്കപ്പെട്ടവരാണ്. സ്വാഭാവികമായും മനുഷ്യന്മാരുടെ ശത്രുക്കളുമാണ്. ജിന്നിനെ വശീകരിക്കാനായി ഉള്ള ചില കർമ്മങ്ങൾ അതിൽ ജിന്ന് സൂറത്തും ഉൾപ്പെടുന്നുണ്ട്. ജിന്ന് സൂറത്തും ഉൾപ്പെടുത്തിയിട്ട് ഖുർആനോദിലുള്ളത് കൊണ്ട് തന്നെ അത് ജായിസാണ്, ഹലാലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചില പ്രത്യേകമായ കർമ്മങ്ങൾ 11 ദിവസം വിജനമായ സ്ഥലത്ത് അല്ലെങ്കിൽ 40 ദിവസം വിജനമായ സ്ഥലത്ത് ഇരുട്ടടഞ്ഞ റൂമിലിരുന്ന് അല്ലെങ്കിൽ ഇരുട്ടടഞ്ഞ ഒരു സ്ഥലത്തിരുന്ന് ഊതി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പലരും ഇപ്പോൾ കാലം മാറിപ്പോയല്ലോ, അപ്പോൾ പുസ്തകങ്ങളിലൊക്കെ അച്ചടിച്ച് വിടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി മുതിരുന്ന ആളുകൾ കരുതുന്നത് ഒരു ജിന്നിനെ സഹായിയായി കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമല്ലേ, പല കാര്യങ്ങളും ചെയ്യിക്കാം, മനുഷ്യനെ കൊണ്ട് കഴിയാത്ത പല സംഭവങ്ങളും ജിന്നുകളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതിന് കാരണമായി ചിലർ, അറിവില്ലാത്തവർ പറയുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം, അതുപോലെ മുഹീദ്ദീൻ ഷേഖ്, അങ്ങനെ തുടങ്ങിയ ഔലിയാക്കന്മാർ അവരൊക്കെയും ജിന്നിനെ കൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ, അതുപോലെ നമുക്കും ആവാമല്ലോ എന്നതാണ് അതിലെ ഉദ്ദേശം. മനസ്സിലാക്കേണ്ടത്, ജിന്നിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചത് സുലൈമാൻ നബി അലൈഹിസ്സലാമും മറ്റ് ഔലിയാക്കന്മാരും ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചത് ജിന്നിനെ വശീകരിച്ചല്ല, മറിച്ച് ആ ജിന്നുകൾ സുലൈമാൻ നബിയുടെ അടിമകളായി അല്ലെങ്കിൽ ഔലിയാക്കന്മാരുടെ അടിമകളായി തന്നെ നിന്നുകൊണ്ട് അവരോട് കൽപ്പിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചതാണ്. അവിടെ ആ ജിന്നുകൾക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാനോ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഔലിയാക്കന്മാരിലും ജിന്നുകൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല. എന്നാൽ സാധാരണക്കാരായ മനുഷ്യർ ജിന്നിനെ കൈവശപ്പെടുത്താൻ നിന്നു കഴിഞ്ഞാൽ വരുന്ന ജിന്ന് മുഅ്മിനായ ജിന്നാണോ അല്ലെങ്കിൽ കാഫിറായ ശൈത്താനാണോ എന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ഹിമ്മത്തോ അല്ലെങ്കിൽ അതിനുള്ള ആത്മീയതയോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഇനി വന്നു എന്ന് കരുതട്ടെ, മുഅ്മിനായ ജിന്ന് എന്ന് തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടൊരു ജിന്ന് വന്നു എന്ന് കരുതിയാൽ തന്നെ ആ ജിന്ന് ഒരിക്കലും തന്നെ അയാളെ വിട്ട് പെട്ടെന്ന് പൊയ്ക്കൊള്ളണം എന്നില്ല. സഹായത്തിനും സൗകര്യത്തിനും വിളിച്ചു വരുത്തിയ ജിന്നിനെ ഒരു പക്ഷേ താൻ ഉദ്ദേശിച്ചതിനേക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും ഇടങ്ങേറും പ്രശ്നവും ആയി മാറാനുള്ള സാധ്യതയാണ് 99% ഉണ്ടാവുക. അതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം ജിന്നിന് മേൽ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ ഒന്നുകിൽ ഔലിയാക്കന്മാരായിരിക്കണം അല്ലെങ്കിൽ നബിമാരായിരിക്കണം. ഇവർ രണ്ടുമല്ലാത്ത സാധാരണക്കാർ എത്ര തന്നെ ജിന്നിനെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ജിന്നിനെ സഹായിയായി കൂട്ടിയാലും ആ ജിന്നിൻ്റെ മേലാധിപത്യം ഉണ്ടാവില്ല. ജിന്നിന് ഇയാളുടെ മേലെ തിരിച്ചാധിപത്യം ഉണ്ടാവുള്ളൂ. വരുന്നത് കാഫിറായ ജിന്നാണെങ്കിൽ മെല്ലെ മെല്ലെ
ഇയാളുടെ ഈമാനിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നും, ഇസ്ലാമിൽ നിന്നും തെറ്റിക്കാനുള്ള പുറപ്പാടുകൾ നടത്തും. അതിൽ നിന്നും കുതറി മാറാൻ ഒരു പക്ഷേ ഇയാൾക്ക് കഴിഞ്ഞുവെന്നും വരില്ല. ഇതാണ് യാഥാർത്ഥ്യം. ആകത്തുക മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോൾ കിതാബിൻ്റെ വിഷയങ്ങളും ചരിത്രങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷെയ്ത്താന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ച് സുലൈമാൻ നബി നോക്കിക്കൊണ്ട് നിന്നപ്പോൾ, തൻ്റെ വടിയിൽ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ സുലൈമാൻ നബി പേടിച്ചുകൊണ്ടാണ് ഷെയ്ത്താന്മാർ നിന്ന് ജോലി ചെയ്തത്. എന്നാൽ ആ നിൽപ്പിൽ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി എന്ന് ചരിത്രം പറയുന്നു. എന്നാൽ ആ മരണപ്പെട്ട വിവരം ജിന്നുകൾ അറിഞ്ഞിട്ടില്ല, പിശാചുക്കൾ അറിഞ്ഞിട്ടില്ല. അവർ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. പേടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുഖ്യമായ മാനദണ്ഡം. അതുപോലെ തന്നെ ജിന്ന് ശരീരത്തിൽ കൂടിയിട്ടുള്ള ജിന്ന് ഉമ്മമാർ, അതുപോലെ ജിന്ന് ഷെയ്ഖ്, ജിന്നിങ്ങനെ ശരീരത്തിൽ കൂടിയിട്ട് ചികിത്സയ്ക്കായി പോകുമ്പോൾ ഓരോ മാർഗങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതും അതും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. ഒന്നാമത്തേത്, ആ ജിന്ന് അവരുടെ ശരീരത്തിൽ കൂടുന്നതോ ആ ജിന്ന് അവരുടെ ശരീരത്തിൽ കൂടി സംസാരിക്കുന്നതോ ഒന്നും തന്നെ അവരുടെ ആധിപത്യം കൊണ്ടല്ല. അത് അവരെ ജിന്നിൻ്റെ അടിമയായി വെച്ചുകൊണ്ട് ആ ഒരു ശരീരം അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ആദ്യം കുറേ ഖുർആനിക ആയത്തുകളും ദിക്റുകളുമൊക്കെ ചൊല്ലാൻ വേണ്ടിയായിരിക്കും അവർ പറയുക. എന്തെങ്കിലും ഒരാവശ്യമായിട്ടോ ഒരു ചികിത്സയ്ക്കായിട്ടോ ജിന്ന് ഷെയ്ഖിൻ്റെയോ ജിന്നുമ്മയുടെയോ അടുക്കലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം അവർ നിർദ്ദേശിക്കുന്നത് ഖുർആൻ ഓതാനും മറ്റു കാര്യങ്ങൾക്കുമായിരിക്കും. രണ്ടാമതും മൂന്നാമതും മെല്ലെ മെല്ലെ വീണ്ടും പോയി കഴിയുമ്പോൾ, അവരുടെ ആളായി എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഇസ്ലാം അനുവദിക്കാത്ത, ഇസ്ലാമിൽ നിന്നും തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും അത് സ്വീകരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക്, അത് തന്നെയാണ്, അവർ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന നിലയിലേക്ക് ഇയാൾ മാറിപ്പോവുകയും പിന്നെ കുടുങ്ങിപ്പോവുകയും ചെയ്യും. ഈമാൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ ഈ ജിന്നുമ്മ, ജിന്ന് ഷെയ്ഖ് എന്നുള്ളവർ അവർ മരണപ്പെടുന്ന വേളയിൽ വല്ലാതെ പ്രയാസം അനുഭവിക്കുകയും ബുദ്ധിമുട്ടുകയും വയറൊക്കെയും വീർത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അദാബിലായിട്ട് മരണപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ ധാരാളം പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ജിന്നിൻ്റെ പ്രകൃതവും മനുഷ്യൻ്റെ പ്രകൃതവും രണ്ടും രണ്ടാണ്. ആ ജിന്നിനെ സഹായിയായിട്ട് കൂട്ടുന്നത് അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ, ആഭിചാര കർമ്മങ്ങളൊക്കെയും ധാരാളം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കൂട്ടിയാൽ തന്നെ വരുന്ന അപകടങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അധികവും വലിയ ഹിമ്മത്തും ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ, മനക്കരുത്ത് കുറച്ച് കുറഞ്ഞ ആളുകളാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത് എങ്കിൽ, ജിന്നിൻ്റെ സാന്നിധ്യത്തോടുകൂടെ, ജിന്ന് വരുന്നതോടുകൂടെ തന്നെ ഒരു പക്ഷേ ഇയാൾക്ക് ഭ്രാന്ത് വന്നു പോകാൻ തന്നെ സാധ്യതയുണ്ട്, മാനസിക നില തെറ്റിപ്പോകാൻ തന്നെ സാധ്യതയുള്ളതായി പല ഇതിനെക്കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാരും എഴുതി വെച്ചതായി കാണാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അതൊരു സാധാരണമായ വിഷയമാണ്, അല്ലെങ്കിൽ സിമ്പിളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളിൽ സാധാരണക്കാർ മുതിരാൻ പോകരുത്. അത് വലിയ അപകടം വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ ചിലരൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സ്വാലിഹായ ജിന്നിനെ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, നിസ്കരിക്കാനും മറ്റു കർമ്മങ്ങൾക്കൊക്കെ വിളിച്ചുണർത്താനും അങ്ങനെയൊക്കെ അത് പറയാം എന്നല്ലാതെ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല ആയിത്തീരുക. ജിന്ന് മൊത്തത്തിൽ മനുഷ്യൻ്റെ ശത്രുവാണ്. ഇനി സ്വാലിഹായ ജിന്നാണ് വരുന്നതെങ്കിലോ എന്ന ഒരു ചോദ്യം അവിടെയുണ്ട്. ഈ വരുന്നത് സ്വാലിഹായ ജിന്നാണോ അല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ ഔലിയ ആയിരിക്കണം, അല്ലെങ്കിൽ നബിമാരായിരിക്കണം. അവർക്ക് ജിന്നിനെ ഇങ്ങനെ അമലുകൾ ചെയ്ത് ഓതി എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്ത് വശീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. അവർ ഒന്ന് വിളിച്ചാൽ തന്നെ, അല്ലെങ്കിൽ അവർ ഒന്ന് വിരൽ ചൂണ്ടിയാൽ തന്നെ പടിവാതിൽക്കൽ എത്തുന്ന വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെയും മനുഷ്യരെയും മറ്റു മൃഗങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവർ ഇങ്ങനത്തെ കർമ്മങ്ങളോ അമലുകളോ ചെയ്ത് ജിന്നിനെ വരുത്തേണ്ട ആവശ്യവും ഇല്ല. അതിനുവേണ്ടി മുതിരുന്നവർ ഒന്നുകിൽ അവർക്ക് ഭ്രാന്ത് പിടിപെടാൻ സാധ്യതയുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ
അവരെ അടിമയാക്കി ജിന്ന് സ്വീകരിക്കുകയും അവരിലൂടെ പലരെയും തെറ്റിക്കുകയും അവരുടെ ആഖിബത്തും അന്ത്യവും അവസാനം മോശപ്പെട്ട നിലയിലേക്കാക്കി തീർക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.